ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. രേണു സുധിയെ കുറിച്ച് പറയുകയാണെങ്കിൽ നിലവിൽ കേരളത്തിലെ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും അധികം ടോപ്പ് റേറ്റിംഗിൽ നിൽക്കുന്ന ഒരു സെലിബ്രിറ്റി എന്ന് വേണമെങ്കിൽ പറയാം. രേണു സുധിയെ വിമർശിച്ചും രേണു സുധിയെ സപ്പോർട്ട് ചെയ്യുന്നതും വലിയൊരു വിഭാഗം ആളുകൾ തന്നെ വലിയൊരു സോഷ്യൽ മീഡിയ താരമായി രേണു സുധി മാറിക്കഴിഞ്ഞു. ഒരുപക്ഷെ ബിഗ് ബോസിൽ അടക്കം രേണു സുധിനെ പരിഗണിച്ചിട്ടുണ്ട്. ഈ വർഷമോ അല്ലെങ്കിൽ അടുത്ത വർഷമോ ബിഗ് ബോസിൽ ഉണ്ടാവാമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ നിരവധി സിനിമകൾ ഇതിനോടകം തന്നെ നിരവധി സിനിമാക്കാരുമായി കരാർ ഒപ്പിട്ട് കഴിഞ്ഞു രേണു സുധി തന്നെ പറയുന്നു. അതുപോലെ തന്നെ ഒരു അവാർഡും റീസെന്റ് വലിയൊരു അവാർഡ് കിട്ടിയെന്ന് പറയുന്നു. വലിയ പ്രൊജക്ടുകളിലേക്കാണ് അദ്ദേഹം നടന്നെടുത്തുകൊണ്ടിരിക്കുന്നതെന്ന് അറിയാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ രേണു സുധിയുടെ അഭിനയം പഴയനേക്കാൾ ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉള്ള വിവാദങ്ങളിൽ ഞാനൊന്നും വീഡിയോ ചെയ്യാൻ. കാരണം ഒരുപാട് ആൾക്കാർ ഇപ്പം രേണു സുധിയോടുള്ള ആ ഒരു വെറുപ്പ് മാറി ഇഷ്ടമായി മാറി രേണു സുധിയെ സ്നേഹിക്കുന്ന ആൾക്കാരെ കാണാൻ കഴിയുന്നുണ്ട്. രേണു സുധിക്ക് അഭിനയത്തിൽ വലിയ മാറ്റം ഉണ്ടാവുന്നു, ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവുന്നു, മൊത്തത്തിൽ വലിയൊരു ചേഞ്ചസ് ഉണ്ടാവുന്നു. അതുപോലെ തന്നെ കാഴ്ചയിലും വലിയൊരു ഗുഡ് ലുക്കിംഗ്, ഒരു നടിക്ക് വേണ്ട ഒരു ശരീര വടി അഴകിലേക്കൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ രേണു സുധിയുടെ വിഷയം അകാരണമായി സംസാരിക്കേണ്ട എന്നാണ് കരുതിയത്, അതായത് ഈ വോയിസ് ക്ലിപ്പുമായി ബന്ധപ്പെട്ട്. എന്നാൽ ഇപ്പോൾ ഞാനൊരു വീഡിയോ കണ്ട് രേണു സുധി വോയിസ് ക്ലിപ്പുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പറയുന്നു. ആ പറയുന്ന സ്ഥലവും അവിടെ നിൽക്കുന്ന ഒരാളെയും കണ്ടപ്പോൾ ചില അസ്വാഭാവികത എനിക്ക് തോന്നി. സോ അതുമായി ബന്ധപ്പെട്ട് ഒരുപക്ഷെ രേണു സുധിയുടെ ആരാധകരെ ഏറ്റവും ദുഃഖത്തിലാഴ്ത്തുന്ന ചില കമന്റുകളാണ് കാണാൻ സാധിച്ചത്. ഒരുപക്ഷെ ഒരു വലിയൊരു പടുകുഴിയിലേക്ക് പോകുന്നു എന്നാണ് അവർ ചിന്തിക്കുന്നത്. എന്നാൽ അങ്ങനെയല്ല. രേണു സുധി ഒരു കറക്റ്റ് ഒരു പോയിന്റിൽ എത്തിയിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതെന്താണെന്ന് നമുക്ക് വളരെ വിശദമായി പരിശോധിക്കാം. അതിന് മുമ്പ് ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവർ തീർച്ചയായും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കുക. ഇന്റർവ്യൂല് എനിക്ക് അതിനെപ്പറ്റി ഇപ്പം പറയാനില്ല. കാരണം മരിച്ചുപോയ സുധിച്ചേട്ടന്റെ ഞാൻ കേട്ടില്ല, പക്ഷെ അതിനകത്ത് കണ്ടന്റ് എനിക്കറിയാം. ഒരാളും മരിച്ച് മണ്ണോട് ചേർന്നു. അല്ല നിമിഷം? അതാണ് മരിച്ചുപോയ സുധിച്ചേട്ടന്റെ പേര് വെറുതെ എടുക്കുന്നതിനോട് രേണു സുധിക്ക് താല്പര്യമില്ല. അത് ഇതുവരെ ചെയ്തിട്ടുമില്ല. സുധിച്ചേട്ടന്റെ പേര് പറഞ്ഞ് ഇങ്ങനെ കോൺട്രവേഴ്സി ഉണ്ടാക്കാൻ ഒരു താല്പര്യവും രേണു സുധിക്കില്ല എന്നുള്ളതാണ് വാസ്തവം. ഏറ്റവും കോമഡി അതല്ല, അവിടെ ആരാ നിൽക്കുന്നേ? ആരാന്ന വിചാരം? മറ്റാരുമല്ല, സോഷ്യൽ മീഡിയയിലെ ഒരു ലൈവ് താരം, പുലികളിക്കാരി, സിനിമാ നടി, എന്റർപ്രണർ, അതുപോലെ തന്നെ ഇൻഫ്ലുവൻസർ. ആരാണ്? നമ്മുടെ നിമിഷ ബിജോ ചേച്ചി, അല്ലെങ്കിൽ നിമിഷ ബിജോ എന്ന് പറയുന്ന ആ ഒരു വളർന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു പെൺകുട്ടി. ആ ഒരു പെൺകുട്ടിയോടാണ് പുതിയൊരു പാർട്ണർഷിപ്പിലേക്ക് രേണു സുധി പോകുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തുകൊണ്ടും ഈ ഒരു തെരഞ്ഞെടുപ്പ് അങ്ങേയറ്റം ശരി തന്നെയാണ്, സംശയമില്ലാത്ത കാര്യമാണ്. ഒരുപക്ഷെ ഈ ഒരു തെരഞ്ഞെടുപ്പ് കണ്ടപ്പോൾ സാക്ഷാൽ രേണു സുധിയുടെ ഭർത്താവായിരുന്ന സുധിച്ചേട്ടന്റെ ആത്മാവ് തന്നെ ഒരുപക്ഷെ വലിയ രീതിയിൽ സന്തോഷിച്ചിട്ടുണ്ടാവാം. അത്തരത്തിലൊരു തെരഞ്ഞെടുപ്പാണ് ഇപ്പോൾ രേണു സുധി നടത്തിയിരിക്കുന്നത്. കൊണ്ട് തീരാവുന്ന പ്രശ്നമുള്ള ലൈഫിൽ നമ്മളെല്ലാം മരിക്കുന്നവരാണ്, മരിച്ച് മണ്ണോട് ചേർന്നവരാണ് നമ്മൾ. മരിച്ച ഒരാളെ പറ്റി ഇങ്ങനെ അപവാദങ്ങളും അപകീർത്തികളും പറയുന്ന എന്തിനാണ് നമ്മൾ കേൾക്കുന്നത്? ഞാൻ അതിനകത്ത് ഒരു ആരോപണം ഞാൻ പ്രതികരിക്കുന്നില്ല നിമിഷ. കാരണം ഒരുപാട് കമന്റ്സ് എന്നെ പറ്റി എനിക്ക് ഇതിനോടൊന്നും ഒരു വ്യക്തിയാണെങ്കിൽ നമുക്ക് പുള്ളിയെ തേജോധം ചെയ്യാം. ജീവനോടില്ല, ആ പുള്ളി തിരിച്ചു വന്നിട്ട് ശരിയല്ല അല്ലെങ്കിൽ ശരിയാണെങ്കിൽ പറയാൻ ആളുണ്ടോ? ഇതിനാണ് അംഗീകരിക്കുന്നത്. ഈ അംഗീകരിക്കുന്ന അത് കേൾക്കുന്നവരെ വേണ്ടേ പറയാൻ? എന്ത് കഷ്ടം, ആള് മരിച്ചു കഴിഞ്ഞു. ഒരുപക്ഷെ നിമിഷ ചേച്ചി എന്ന് പറയുന്ന ആ ഒരു യുവ കലാകാരിയുടെ ആ ഒരു സാമീപ്യം കൊണ്ട് തന്നെ വലിയ രീതിയിൽ അനുഗ്രഹീതയായ ഒരു കലാകാരിയായി രേണു സുധി മാറിക്കഴിഞ്ഞു എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇനി ഒരുപക്ഷെ ഈ നിമിഷ ബിജോ എന്ന് പറയുന്ന ഈ ഒരു കലാകാരിയായ ഈ ഒരു പെൺകുട്ടിയെ അറിയാത്തവർക്ക് വേണ്ടി അവരുടെ കലാപരിപാടികൾ എന്താണ് എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കാം. നമുക്ക് അന്യമല്ല, ഇതുപോലെ നേരിട്ട് നമ്മൾ സംസാരിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്, സെലിബ്രിറ്റിയാണ്. ഇത്തരം ആളുകളെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ഇതിനു മുമ്പ് നമ്മൾ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. എനിവേ, നിമിഷ ചേച്ചിയുടെ പ്രധാന കലാപരിപാടികൾ അറിയാത്തവർക്ക് വേണ്ടി. ഇത്തരം കലാപരിപാടികളാണ് നിമിഷ ചേച്ചി പൊതുവെ അവതരിപ്പിക്കുന്നത്. അതിൽ കൊള്ളാവുന്ന ഒരു കലാപരിപാടിയാണ് എടുത്ത്. ഇതിലും വസ്ത്രം ബഹിഷ്കരിക്കുന്ന തരത്തിലുള്ള പരിപാടികളുണ്ട്, അതിന് വലിയ ആരാധകരുമുണ്ട്. എനിവേ,
ഈ ഒരു കൂട്ടുകൊണ്ട് ഒരുപക്ഷെ നമ്മുടെ രേണു സുധി ആ ഒരു പാർട്ണർഷിപ്പിൽ കയറി അത്തരം ചില കലാപരിപാടികളിലേക്ക് പോവുകയാണോ എന്ന് ഞാൻ സംശയിക്കുന്നുണ്ട്. ഒരുപക്ഷെ അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ രേണു സുധീന്റെ ആരാധകർക്ക് അത് വലിയൊരു ആഘോഷം തന്നെയായിരിക്കും. അത് മാത്രമല്ല മറ്റു ചില വിഭവങ്ങൾ കൂടി നിമിഷ ചേച്ചി ഇപ്പോൾ ഈയിടെയായി ഒരുക്കി തുടങ്ങിയിട്ടുണ്ട്. അത് മറ്റൊന്നുമല്ല, മെമ്പർഷിപ്പ് ലൈവാണ്. 2 ചാനലുകളിൽ ലൈവ് വരുന്നുണ്ട്. രാത്രി 11 മണിക്കാണ് മെമ്പേഴ്സ് ഒള്ളി. അതിലെ ഒരു ലൈവ് 7,999 രൂപയാണ് മെമ്പർഷിപ്പ്. ഇതിന് മാത്രം എന്താണ് അതിലുള്ളത്? എനിക്കൊരെത്തും പിടിയും കിട്ടുന്നില്ല. ഞരമ്പ് രോഗികളായ പ്രവാസികളായതും അല്ലാതെയുമായുള്ള ഈ പഹയന്മാര് പൈസകളെ എങ്ങനെ നിൽക്കുന്നുണ്ടെന്ന് കരുതി ഓല പൈസ മുഴുവൻ, ആ ഹിമാലയകളുടെ പൈസ മുഴുവൻ ഇങ്ങനെ പിഴിഞ്ഞെടുക്കാനാണ് ഇത്രയും ഭീമമായ ഒരു തുക ഈ ഒരു മെമ്പർഷിപ്പിന് ഈടാക്കുന്നത്. 7,999 രൂപ ഉണ്ടെങ്കിൽ എന്തൊക്കെ വാങ്ങി കഴിക്കാം, എത്ര കുഴിമന്ത് കഴിക്കാം, വേണമെങ്കിൽ ഒരു മൊബൈൽ എടുക്കാം, എത്ര KFC വാങ്ങി കഴിക്കാം, വേണമെങ്കിൽ 1 വർഷം മൊബൈൽ റീചാർജ് ചെയ്യാം, എന്തെല്ലാം സാധനങ്ങൾ വാങ്ങിക്കൂട്ടാം. അതൊന്നും ചെയ്യാതെ 7,999 രൂപയ്ക്ക് ഈ ഒരു ലൈവിൽ മെമ്പർഷിപ്പ് എടുക്കുന്ന പഹയന്മാര് ഓല എന്താണ് വിളിക്കേണ്ടത്? ഓല അവസ്ഥ എന്താണ്? എനിക്ക് എത്ര ആലോചിച്ചിട്ട് പിടികിട്ടുന്നില്ല. അതിന് മാത്രം ഈ ലൈവിൽ എന്താണ് കാണിക്കുന്നതെന്ന് അറിയാൻ ഒരേ ആകാംക്ഷയുണ്ട്. പക്ഷെ അത്രയും മുടക്കാനുള്ള ശേഷി നമുക്ക് എന്തായാലും ഇപ്പൊ ഇല്ല. ഇനി അത്രയും ശേഷിയില്ലാത്ത ഹിമാറുകൾക്ക് വേണ്ടി 299 രൂപയുടെ മറ്റു ചില ലൈവുകളും ഉണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതിൽ എനിക്ക് തോന്നുന്ന അത്രത്തോളം കലാപരിപാടികൾ ഉണ്ടാവില്ല. കാരണം റേറ്റ് നന്നേ കുറവാണ്. 7,999 299 വലിയ അന്തരമുണ്ട്. ഇനി ഇത്തരം കലാപരിപാടികളിൽ താല്പര്യമുള്ള ആളുകൾ, ഒരുപക്ഷെ ഈ വീഡിയോ കാണുന്നവർ ഇത് അറിഞ്ഞിട്ടില്ലെങ്കിൽ അത്തരം ഇൻട്രസ്റ്റ് ഉള്ളവർ വേണമെങ്കിൽ പോയി മെമ്പർഷിപ്പ് എടുക്കാം. സോ ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്, 2 പേരുടെ നിന്നപ്പോൾ എനിക്ക് തോന്നിയത് ഇതൊരു നല്ല കൂട്ടുകെട്ടാണ്. എന്നാൽ നിമിഷ ചേച്ചി കാണിക്കുന്ന ഈ കലാപരിപാടികൾ രേണു സുധീനെ കൊണ്ട് ചെയ്യിപ്പിക്കരുതെന്നാണ് എന്റെ ഒരു റിക്വസ്റ്റ്. ഒരുപക്ഷെ എല്ലുമല്ല എവിടെയെങ്കിലും ഒടിഞ്ഞു കയറാനുള്ള ചാൻസ് ഉണ്ട്. സോ അത്തരം സാഹസികമായിട്ടുള്ള കലാപരിപാടികൾ ചെയ്യിപ്പിക്കാൻ സമ്മതിപ്പിക്കരുത്. അല്ലാതുള്ള ചെറിയ ചെറിയ കരവിരുതുകൾ രേണു സുധീനെ പഠിപ്പിച്ചു കൊടുക്കുക. ഉടൻ തന്നെ ഒരുപക്ഷെ യൂട്യൂബ് ചാനൽ രേണു സുധിക്കുണ്ട്. ഉടൻ തന്നെ ഈ രീതിയിലുള്ള ഒരു മെമ്പർഷിപ്പ് ലൈവ് പ്രതീക്ഷിക്കുന്ന ധാരാളം ആളുകൾ ഉണ്ടാവാം. അതിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഈ ഒരു കൂട്ടുകെട്ടിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. എന്തുകൊണ്ടും രേണു സുധിയുടെ ആരാധകർക്കും ഒപ്പം തന്നെ സുധിച്ചേട്ടന്റെ ആത്മാവിനെ പോലും ഏറെ അഭിമാനം തോന്നുന്ന ഒരു നിമിഷം തന്നെയാണിത്. അത്രയധികം ഒരുപക്ഷെ ഏറ്റവും അധികം ആളുകൾ ചർച്ച ചെയ്യാൻ പോകുന്ന ഒരു കൂട്ടുകെട്ടായി നിമിഷ ബിജോ എന്ന് പറയുന്ന ഈ ഒരു പെൺകുട്ടിയുടെയും രേണു സുധിയുടെയും ആ ഒരു കൂട്ടുകെട്ട് മാറുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല. നിങ്ങൾക്കും ഇല്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാൽ അൺഫോർച്ചുനേറ്റ്ലി ഈ ഒരു വീഡിയോയുടെ താഴെ വന്ന കമന്റുകൾ വളരെ വിഷമം ഉണ്ടാക്കുന്ന കമന്റുകളായിരുന്നു. ഈ ഒരു കൂട്ടുകെട്ടിനെ എതിർക്കുന്ന ചില ആളുകൾ വലിയ രീതിയിലുള്ള അവഹേളനവും അധിക്ഷേപവുമാണ് നമ്മുടെ നിമിഷ ചേച്ചിക്കെതിരെ അവിടെ എഴുതിയിടുന്നത്. വളരെ മോശമാണ്. കാരണം വളർന്നു വരുന്ന ഒരു കലാകാരിയാണ്. ജനങ്ങൾക്ക് വേണ്ടി, തന്റെ പ്രേക്ഷകർക്ക് വേണ്ടിയാണ് ഇത്തരം കലാപരിപാടികൾ അവർ ചെയ്യുന്നത്. അവരെ നിരുത്സാഹപ്പെടുത്തുന്നത് മാത്രമല്ല, ഈ രീതിയിലുള്ള മ്ലേച്ഛമായ കമന്റുകൾ ചെയ്ത് ഇത്തരം കലാകാരികളെ നിരുത്സാഹപ്പെടുത്തുന്നത് ഒരിക്കലും അനുവദിക്കാൻ പറ്റുന്നതല്ല. തീർച്ചയായും അതിനെതിരെ നടപടിയെടുക്കേണ്ടത് തന്നെയാണ്. എനിവേ വളരെ സന്തോഷകരമായ ഒരു തീരുമാനമാണ് രേണു സുധി എടുത്തിരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആരാധകരെ ആവേശത്തിൽ ആഴ്ത്തുന്ന തീരുമാനം തന്നെയാണ് ഈ ഒരു കൂട്ടുകെട്ടിലൂടെ നടക്കാൻ പോകുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എനിവേ ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്തുക. ആദ്യമായി കാണുന്നവർ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.